അസ്സലാമു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടാസ്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയതാണ്. അഥവാ ഡിപ്രഷൻ മേഖലയിലുള്ള ആളുകൾ, വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു മെത്തേഡാണ്. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. അതിരാവിലെ നമ്മൾ ഉണർന്ന് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞ് ഇബാദത്ത് ചെയ്യേണ്ടവർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അല്പസമയം വ്യായാമം ചെയ്യാം. അഥവാ നമ്മുടെ ബ്രെയിനിനെ ആദ്യം ഒന്ന് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യിപ്പിക്കണം. അതിരാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്ന് വളരെയധികം ആശങ്കയോടെ നിൽക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവർ ചെയ്യേണ്ടത് കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് രണ്ട് കാലും താഴോട്ട് വച്ചിട്ട് അല്പം ഒന്ന് ശ്വാസം വലിക്കുക. ആ ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ പ്രഭാതം മുതൽ എനിക്ക് വളരെ ഹാപ്പിയോടെ ജീവിക്കാൻ സാധിക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടെയായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ പ്രഭാതം നിങ്ങൾ ഉണർത്തിക്കൊണ്ടുവരേണ്ടത്. പിന്നീട് ചെയ്യേണ്ടത് നിങ്ങൾ പ്രാഥമിക കർമ്മങ്ങൾക്ക് ശേഷം അല്പം വെയിൽ വന്നതിന് ശേഷം രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളതാണ്. സൂര്യപ്രകാശം അതിരാവിലെ പ്രകാശം കൊള്ളുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിനിലേക്ക് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാകാൻ വളരെയധികം കാരണമാണത്. അതുപോലെ തന്നെ ഞാൻ കാണിക്കാനുള്ള ഈ ഒരു വ്യായാമം നിങ്ങൾ കൃത്യമായി 11 ദിവസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾ, ഡിപ്രഷൻ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അതിനെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. പ്രാഥമിക കർമ്മത്തിന് ശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നീട് ചെയ്യേണ്ട വ്യായാമം അതിരാവിലെ എന്താണ്, നമ്മൾ ഒന്ന് കസേരയിൽ ഇരുന്നതിന് ശേഷം കാല് രണ്ടും ഇതുപോലെ താഴോട്ട് വെക്കുക. എന്നിട്ട് നട്ടല് നിവർന്നിരിക്കണം. നമ്മുടെ ബോഡി ഈ ഭാഗം ഒന്ന് ഉയർന്നിരിക്കുക. അതുപോലെ രണ്ട് കൈകളും കൈയിൻ്റെ ഉൾഭാഗം മുകളിലേക്ക് വെച്ചിട്ട് ശ്വാസം വലിക്കുക. ഒരു 11 തവണ ശ്വാസം വലിക്കുക എന്നുള്ളതാണ്. ഏതുപോലെ ഇങ്ങനെ നമ്മൾ വലിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഇന്നത്തെ പ്രഭാതം മുതൽ എനിക്ക് വളരെയധികം ഹാപ്പിയോടെ ജീവിക്കാൻ സാധിക്കും. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷമാകും എന്നൊരു വിശ്വാസം ഈ ശ്വാസം വലിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. മലർന്ന് കിടന്നതിന് ശേഷം തലയണൊക്കെ മാറ്റിവെച്ച് മലർന്ന് കിടക്കുക. എന്നിട്ട് കണ്ണ് മുകളിലേക്ക് നോക്കിയിട്ട് കൈ നേരെ വെച്ച് കൈയും കാലും നേരെ നിവർത്തി പിടിച്ച ശേഷം ശ്വാസം നന്നായിട്ട് വലിക്കുക. ഇങ്ങനെ 11 തവണ ചെയ്യുക. ഇത് ചെയ്യേണ്ടത് 11 ദിവസമോ അല്ലെങ്കിൽ 21 ദിവസമോ നിങ്ങൾ ചെയ്യണം. അതിനേക്കാൾ കൂടുതൽ വളരെയധികം പ്രയാസമുള്ള ആളുകൾ ചിലപ്പോൾ 40 ദിവസം വരെ ചെയ്യേണ്ടി വരും. ഒരു 5 മിനിറ്റ് സമയമെങ്കിലും അതിരാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുന്നത് നമ്മുടെ ബ്രെയിനിനെ വളരെ ഹാപ്പിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തെയും ഏത് പ്രയാസത്തെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഉറച്ചൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും സാധിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം.